Dear students, here we discuss the fourth module of Atomic, Nuclear and Particle Physics paper. This module actually deals with the nuclear transformations in general. Today, in this video, I'll be discussing the radioactive decay. So what do you mean by radioactive decay? So this is discovered by Becquerel, and it is a process by which an unstable nucleus loses its energy by radiation. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്നതാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ റേഡിയേഷൻസ് പലതരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ട്, ബീറ്റ പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ ഗാമ റേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം വേർതിരിച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യാം. നിങ്ങൾ ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണിത്. നിങ്ങളുടെ +2 ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ലെഡ് ബ്ലോക്ക് ഉണ്ട്. ലെഡ് ബ്ലോക്ക് എടുക്കാൻ കാരണം അത് ന്യൂക്ലിയർ റേഡിയേഷൻസിനെ എഫക്റ്റീവായിട്ട് ഷീൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ന്യൂക്ലിയർ റേഡിയേഷൻസ് ഷീൽഡ് ചെയ്യും, അതായത് അതിലൂടെ റേഡിയേഷൻസ് കടത്തിവിടില്ല. ഇതിൻ്റെ ഒരു ഓപ്പണിങ്, അതായത് ഒരു ഹോള് ഡ്രിൽ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് സോഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് സോഴ്സ് റേഡിയമാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ എൻഡ്സിലൂടെ മാത്രമേ ന്യൂക്ലിയർ റേഡിയേഷൻസ് പുറത്തോട്ട് കടക്കുകയുള്ളൂ. ഇനി വ്യത്യസ്ത തരത്തിലുള്ള ന്യൂക്ലിയർ റേഡിയേഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആണ് ഈ ഇൻഡു മാർക്ക് വെച്ച് കാണിച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേജ്. ഈ പേജിന് പെർപെൻഡിക്കുലറായിട്ട് ഇൻ ടു ദ പ്ലെയിൻ, ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ എന്തിനാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിരിക്കുന്നത്? അത് ഉപയോഗിക്കാൻ കാരണം ന്യൂക്ലിയർ റേഡിയേഷൻസിൽ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് ലെഫ്റ്റ് സൈഡിലേക്കും നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് റൈറ്റ് സൈഡിലേക്കും ബെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടത് ബെൻഡ് ചെയ്യുന്നു? നമുക്കറിയാം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി നോൺ സീറോ വെലോസിറ്റി ആണെങ്കിൽ അതിനൊരു ഫോഴ്സ് അനുഭവപ്പെടും, അല്ലേ? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് Q/V×B, where V is the velocity and V is the magnetic field and Q is the charge of the particle, അല്ലേ? അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേജും വെലോസിറ്റി അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അങ്ങനെ ആൽഫ പാർട്ടിക്കിൾസ് ലെഫ്റ്റ് സൈഡിൽ വരും, ബീറ്റ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബീറ്റ പാർട്ടിക്കിൾസ് റൈറ്റ് സൈഡിൽ വരും. ചാർജ് ഒന്നുമില്ലാത്ത റേഡിയേഷൻസ് ആണ് ഗാമ റേ അൺഡിറ്റക്ട്, അതായത് ഒരു ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാണ്ട് ഒരു സ്ട്രൈറ്റ് പാത്തിലേക്ക് നേരെ മേലോട്ട് പോകും. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ന്യൂക്ലിയർ റേഡിയേഷൻസിൻ്റെ പെനട്രേഷൻ ഡെപ്തിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിഗറാണ്. അതായത് ആൽഫ പാർട്ടിക്കിൾ, അതായത് റേഡിയേഷൻസിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് ആൽഫ റേസ്. ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വലന്റ് ടു ഹീലിയം ന്യൂക്ലിയസ്. ഹീലിയം ന്യൂക്ലിയസിന് എന്തൊക്കെയുണ്ട്? 2 പ്രോട്ടോൺസ് ഉണ്ട്, 2 ന്യൂട്രോൺസ് ഉണ്ട്, 2He4 എന്ന് വരിക. ഓക്കെ, അപ്പോൾ ആ പാർട്ടിക്കിൾ ഒരു കാർഡ്ബോർഡ് വെച്ചാൽ തന്നെ അതിനെ ഷീൽഡ് ചെയ്യും. അതിൻ്റെ ഷീൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പുറത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് പുറത്തോട്ട് വരാൻ കഴിയില്ല. ഇനി ആൽഫ പാർട്ടിക്കിളിനെക്കാട്ടിലും ലൈറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ബീറ്റ പാർട്ടിക്കിൾ. ദേ ആർ ഇലക്ട്രോൺസ്, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസിന് കാർഡ്ബോർഡ് വെച്ച് കഴിഞ്ഞാലും അത് പെനിട്രേറ്റ് ചെയ്ത് പുറത്തോട്ട് വരും. പക്ഷേ ഒരു അലുമിനിയം ബ്ലോക്കിൽ അത് വന്ന് വീഴുകയാണെങ്കിൽ അത് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, അവിടെ അത് ബ്ലോക്ക് ചെയ്യപ്പെടും. ഇനി ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ന്യൂക്ലിയർ റേഡിയേഷൻസ് ആണ് ഗാമ റേസ് ഈ കാർഡ്ബോർഡ് ആയാലും അലുമിനിയം ആയാലും ഈവൻ ലെഡിൻ്റെ ചെറിയ തിക്നെസ് ഉള്ള ബ്ലോക്ക് ആണെങ്കിൽ പോലും ഗാമ റേസിനെ അത് ഷീൽഡ് ചെയ്യും. പക്ഷെ വലിയൊരു ഹ്യൂജ് ബ്ലോക്കൊക്കെ വെക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഗാമ റേസിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
നൗ ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഡിക്കേയുടെ പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സാണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് when a nucleus undergoes a alpha or a beta decay, its atomic number changes and it becomes a nucleus of a different element. ഒരു ന്യൂക്ലിയസിന് ആൽഫ ഡിക്കോ അല്ലെങ്കിൽ ബീറ്റ ഡിക്കോ നടക്കുന്ന സമയത്ത് അതിൻ്റെ ആറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് വേറൊരു എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് മാറും. പക്ഷേ ഗാമ റേ ആണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ന്യൂക്ലിയസിന് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. പകരം ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഹയർ എനർജിയുള്ള ഒരു ന്യൂക്ലിയസ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയാണ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ന്യൂക്ലിയർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. ഓക്കെ, നൗ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എനർജി ലിബറേറ്റഡ് ഡ്യൂറിങ് ദ റേഡിയോ ആക്റ്റീവ് ഡീകേ കംസ് ഫ്രം വിതിൻ ദ ഇൻഡിവിജ്വൽ ന്യൂക്ലിയായി വിതൗട്ട് എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസിനകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ്. എങ്ങനെയാണ് ന്യൂക്ലിയസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് നമുക്കറിയാം ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ അനുസരിച്ച് എനർജി ഈസ് ഈക്വൽ ടു mc². അതായത് മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി അല്ലേ. അപ്പം ഈ ഡീകേ നടക്കുന്ന സമയത്ത് ചെറിയ എമൗണ്ടിലുള്ള മാസൊക്കെ കൺവേർട്ട് ചെയ്ത് എനർജിയാണ് റിലീസ് ചെയ്ത് പോകുന്നത്. അല്ലാതെ ഒരു ന്യൂക്ലിയസിനൊരു എക്സ്റ്റേണൽ സിമുലേഷൻ കൊടുത്തിട്ടല്ല ന്യൂക്ലിയർ ഡീകേ നടക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഡീകേ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ഒരു റാൻഡം പ്രോസസ്സാണ് ദാറ്റ് ഒബേസ് ദ ലോ ഓഫ് ചാൻസസ് ഓർ പ്രോബബിലിറ്റീസ്. അതായത് ഒരു ന്യൂക്ലിയസിന് റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്നത് കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസിൽ ഏതൊരു ന്യൂക്ലിയസ് ആണോ ഡീകേ നടക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി റാൻഡമാണ്. റാൻഡം എന്ന് പറഞ്ഞാൽ അതിനൊരു കോസ് എഫക്റ്റ് ഇല്ല. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറുന്നതല്ല. അത് കംപ്ലീറ്റ്ലി ബൈ ചാൻസ് കൊണ്ട് ഓരോ ന്യൂക്ലിയസിന് കംപ്ലീറ്റ്ലി റാൻഡമായിട്ട് ഡീകേ പ്രോസസ്സ് കാണിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ദേ ഒബേ ദ ലോ ഓഫ് പ്രോബബിലിറ്റീസിൻ്റെ ലോ ഒക്കെ ഈ റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോസസ്സ് ഒബേ ചെയ്യും. ഓക്കെ, ഇനി ഈ ടേബിളിൽ നമ്മൾ പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് എല്ലാം ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ആൽഫ ഡീകേ, ബീറ്റ ഡീകേ, ഗാമ ഡീകേ. ഇനി അത് കൂടാതെ 2 പ്രോസസ്സ് കൂടി പോസിബിളാണ്. അതാണ് ഒന്ന് പോസിട്രോൺ എമിഷനും ഇലക്ട്രോൺ ക്യാപ്ചറും. ഓക്കെ, അതിന് ഈ 5 ഡീകേ പ്രോസസ്സിനെ സമ്മറൈസ് ചെയ്തിരിക്കുന്ന ടേബിളാണിത്. അപ്പോൾ അതൊന്ന് നോക്കാം. ആൽഫ ഡീകേ നമുക്കറിയാം ഒരു ന്യൂക്ലിയസിൽ നിന്നും ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ ഹീലിയം ന്യൂക്ലിയസ് 2He4 എമിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പാരന്റ് ന്യൂക്ലിയയുടെ ആറ്റോമിക് നമ്പർ 2 കുറയും. അതുപോലെ മാസ് നമ്പർ 4 കുറയും. പ്ലസ് ഇതിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് യുറേനിയം 29 എഴുതിക്കുന്നത് ഇത് തെറ്റാണ്, 92 ആണ്. ഓക്കെ, 92 238. അപ്പോൾ അത് 92 എന്ന് ആറ്റോമിക് നമ്പർ 2 കുറഞ്ഞ് 90 ആയി. ആറ്റോമിക് നമ്പർ 90 എന്ന് പറഞ്ഞാൽ അത് തോറിയം ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് TH എഴുതി പ്ലസ് ഹീലിയം പ്ലസ് ഇതിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്യും. ഇനി അടുത്ത് നോക്കുക ബീറ്റ ഡീകേ. ബീറ്റ ഡീകേ എന്ന് പറയുന്ന സമയത്ത് ന്യൂക്ലിയസിൽ നിന്നും ബീറ്റ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഇവിടെ നിന്നാണ് എമിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ബീറ്റ ഡീകേ നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂട്രോൺ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണുമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു പ്രോട്ടോൺ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആറ്റോമിക് നമ്പർ ഒന്ന് കൂടി. പക്ഷേ ഒരു ന്യൂട്രോൺ കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രോട്ടോണായിട്ട് മാറുന്നത്. അതുകൊണ്ട് മാസ് നമ്പറിൽ വ്യത്യാസം ഉണ്ടാവില്ല. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു പ്ലസ് ഇതിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്യും. ഓക്കെ,
അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർബൺ 614 ബീറ്റാ ഡി കെ നടക്കുന്ന സമയത്ത് ആറ്റോമിക് നമ്പർ ഒന്ന് കൂടി. 7 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ന്യൂക്ലിയസ് ആണ്, 714 മാസ് നമ്പർ മാറുന്നില്ല. ഓക്കെ, പ്ലസ് എനർജി. ഓക്കെ, ഇനി അടുത്തതാണ് പോസിട്രോൺ എമിഷൻ. പോസിട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ്. അത് ന്യൂക്ലിയസിന് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പോസിട്രോൺ എമിഷൻ. അപ്പോൾ നമുക്കറിയാം പോസിട്രോൺ ന്യൂക്ലിയസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കാം? എങ്ങനെയാണ് പോസിട്രോൺ ഉണ്ടാകുന്നത്? ന്യൂക്ലിയസിനകത്തുള്ള ഒരു പ്രോട്ടോൺ ഒരു പോസിട്രോണും ഒരു ന്യൂട്രോണായിട്ട് മാറും. അതിൽ പോസിട്രോൺ എമിറ്റ് ചെയ്ത് ന്യൂട്രോൺ ന്യൂക്ലിയസിനകത്ത് തന്നെ നിൽക്കുന്ന പ്രോസസ്സാണ് പോസിട്രോൺ എമിഷൻ. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ മാറി ന്യൂട്രോണും പോസിട്രോണും ആയിട്ട് മാറുന്നതുകൊണ്ട് അതിൻ്റെ ആറ്റോമിക് നമ്പർ ഒന്ന് കുറയും. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് കുറയും, പക്ഷേ മാസ് നമ്പർ മാറില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോപ്പർ 2964, അതിൻ്റെ ആറ്റോമിക് നമ്പർ ഒന്ന് കുറഞ്ഞു, അപ്പോൾ അത് നിക്കലായിട്ട് മാറി. നിക്കൽ 64, മാസ് നമ്പർ രണ്ടിൻ്റെയും സെയിം ആണ്, പ്ലസ് പോസിട്രോൺ പ്ലസ് എനർജി. ഓക്കെ, നൗ ഈ പോസിട്രോൺ എമിഷൻ നടക്കുന്നത് എപ്പോഴാണ്? ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണിനെക്കാട്ടിലും കൂടുതലായിട്ട് പ്രോട്ടോൺ ഉള്ള സമയത്താണ് പോസിട്രോൺ എമിഷൻ നടക്കുന്നത്. അതുപോലെ ബീറ്റാ ഡി കെ നടക്കുന്നത് ന്യൂക്ലിയസിനകത്ത് എക്സസ് ആയിട്ട് ന്യൂട്രോൺസ് ഉള്ള സമയത്താണ്. അതായത് പ്രോട്ടോണിനെ അപേക്ഷിച്ച് ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുതലാവുന്ന സമയത്താണ് ബീറ്റാ ഡി കെ നടക്കുന്നത്. ഇനി ലാസ്റ്റ് പ്രോസസ്സാണ് ഗാമാ ഡി കെ. ഗാമാ ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു ന്യൂക്ലിയസ് അതിൻ്റെ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു XZA എന്നുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. സ്റ്റാർ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ എനർജി കൂടുതലാണ്. എനർജി കൂടിയ ഒരു സ്റ്റേറ്റിലാണ് ഈ ന്യൂക്ലിയസ് നിൽക്കുന്നത്. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള എനർജി ഗാമാ റേ ആയിട്ട് എമിറ്റ് ചെയ്തു. ന്യൂക്ലിയസിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല, പക്ഷേ ഇതിൻ്റെ എനർജി കുറഞ്ഞു. ഇതിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രോൺഷ്യം 3887, അത് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ളത് ലോവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. സ്ട്രോൺഷ്യം 3887 തന്നെയാണ്, പ്ലസ് എനർജി എമിറ്റ് ചെയ്യുന്നത് ഗാമാ റേ വഴിയാണ്. ഓക്കെ, ഒരു ഗാമാ റേ എമിറ്റ് ചെയ്തിട്ടാണ് അത് ലോവർ സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഓക്കെ, നൗ ഇവിടെ കൊടുത്തിരിക്കുന്ന 5 പ്രോസസ്സ് പിക്ചോറിയലായിട്ട് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഓരോ പ്രോസസ്സിന് നടക്കാനുള്ള റീസൺ കൂടി കൊടുത്തിട്ടുണ്ട്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അതിന് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുമ്പോഴാണ് റേഡിയോ ആക്റ്റീവ് ഡി കെ നടക്കുന്നത്. അപ്പം അൺസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിൻ്റെ ഇൻസ്റ്റെബിലിറ്റിക്ക് റീസൺ എന്താണെന്നാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗാമാ റേ ഡി കെ അല്ലെങ്കിൽ ഗാമാ ഡി കെ നടക്കുന്നത് ഒരു ഒറിജിനൽ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയസിൽ ഈ പിക്ചറിലെല്ലാം ഈ പിങ്ക് ബോൾ സൂചിപ്പിക്കുന്ന പ്രോട്ടോണാണ്, ഗ്രേ ബോൾസ് ന്യൂട്രോണാണ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയസ് എനർജി കൂടിയ സ്റ്റേറ്റിലാണ്, അതൊരു ഗാമാ റേ എമിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എനർജി കുറഞ്ഞ് ലോവർ സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പോൾ ആ ന്യൂക്ലിയസിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, ലോവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഗാമാ റേ ഡി കെക്ക് കാരണം എന്താണ്? ന്യൂക്ലിയസ് ഹാസ് എക്സസ് എനർജി, ന്യൂക്ലിയസിന് എനർജി കൂടുതലുള്ളതുകൊണ്ട്. ആൽഫ ഡി കെ എന്ന് പറയുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോൺ ഉണ്ട്, 2 പിങ്ക് ബോൾസ് ആണ്, 2 പ്രോട്ടോൺ, അതുപോലെ 2 ന്യൂട്രോണുള്ള പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. ഇപ്പോൾ ഒരു ന്യൂക്ലിയസിൽ നിന്ന് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും എമിറ്റ് ചെയ്തു. ബാക്കിയുള്ള ന്യൂക്ലിയസ് അതിനൊരു ട്രാൻസ്ഫോർമേഷൻ നടന്ന് ഈ ഒരു തരത്തിലുള്ള ഒരു ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ആൽഫ ഡി കെ നടക്കാനുള്ള കാരണം ന്യൂക്ലിയസ് ഈസ് ടു ലാർജ്, അതായത് ന്യൂക്ലിയസിൽ അകത്ത് വളരെ കൂടുതൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാകുമ്പോഴാണ് ആൽഫ ഡി കെ നടക്കുന്നത്. യൂഷ്വലി ആൽഫ ഡി കെ നടക്കുന്നത് ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസിനാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് ദ ബീറ്റാ ഡി കെ. ബീറ്റാ ഡി കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂക്ലിയസിലുള്ള ഒരു ന്യൂട്രോൺ മാറിയിട്ട് ഒരു ഇലക്ട്രോണും, ഈ കാണിച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് ഡോട്ട് ഇലക്ട്രോണും ഒരു പ്രോട്ടോണായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സപ്പോസ് ഈ ഒരു ന്യൂട്രോണാണ് ഇലക്ട്രോണും പ്രോട്ടോണായിട്ട് മാറി. അപ്പം ഇതിൻ്റെ സ്ഥാനത്ത് ഒരു പ്രോട്ടോൺ വന്നു.
ഈ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിന് ഉള്ള വന്ന മാറ്റം ആണ് ഈ ഒരു അറ്റത്തുള്ള ന്യൂട്രോൺ മാറിയിട്ട് ഇവിടെ പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് കൂടി. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, ഇതിൻ്റെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ടോട്ടൽ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് മാസ് നമ്പർ വ്യത്യാസപ്പെടുന്നില്ല എന്ന് പറയാൻ കാരണം. ഇനി ബീറ്റാ ഡികെ നടക്കാൻ കാരണം ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ബിക്കോസ് ന്യൂക്ലിയസ് ഹാസ് ടു മെനി ന്യൂട്രോൺസ് റിലേറ്റീവ് ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോണിനെ അപേക്ഷിച്ച് ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുതലുള്ള ന്യൂക്ലിയസിലാണ് ബീറ്റാ ഡികെ നടക്കുന്നത്. അടുത്ത പ്രോസസ്സാണ് ഇലക്ട്രോൺ ക്യാപ്ചർ. ഇനി ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ന്യൂക്ലിയസ് ഔട്ടർ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുന്ന, അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോൺ ക്യാപ്ചർ. അപ്പോൾ ഇലക്ട്രോൺ ക്യാപ്ചർ നടക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ വന്നു, ഈ ബ്ലാക്ക് ഡോട്ട് ഇലക്ട്രോൺ ആണ് പ്രോട്ടോണിനോട് കൂടി ചേർന്ന് അതൊരു ന്യൂട്രോണായിട്ട് മാറും. ഓക്കെ, അപ്പം ഈ ഒരു പ്രോട്ടോണാണ് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ന്യൂക്ലിയസ് ഫസ്റ്റ് റോയിലുള്ള ഈ പ്രോട്ടോൺ മാറി അതിന് പകരം ന്യൂട്രോൺ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺ വരുന്നത് ന്യൂക്ലിയസിന് പുറത്തുനിന്നാണ്. ആറ്റത്തിലുള്ള ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണിനെ ന്യൂക്ലിയസിലേക്ക് അബ്സോർബ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഈ പ്രോസസ്സ് നടക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഹാസ് ടു മെനി പ്രോട്ടോൺസ് റിലേറ്റീവ് ടു ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് ന്യൂട്രോണിനെ അപേക്ഷിച്ച് പ്രോട്ടോണിൻ്റെ നമ്പർ കൂടുന്ന ന്യൂക്ലിയസിലാണ് ഇലക്ട്രോൺ ക്യാപ്ചർ എന്നുള്ള പ്രോസസ്സ് നടക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇനി അടുത്താണ് പോസിട്രോൺ എമിഷൻ. ഓക്കെ, പോസിട്രോൺ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിലുള്ള ഒരു പ്രോട്ടോൺ പോസിട്രോണും ന്യൂട്രോണും ആയിട്ട് മാറും. അതിൽ പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ്. അതിനാണ് ഈ ഹോളായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പോസിട്രോൺ എമിറ്റ് ചെയ്യും. അപ്പോൾ ഒരു പ്രോട്ടോൺ മാറിയിട്ട് അവിടെ ന്യൂട്രോൺ വന്നു. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആറ്റമിക് നമ്പർ ഒന്ന് കുറഞ്ഞു, പക്ഷേ മാസ് നമ്പർ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് പോസിട്രോൺ എമിഷൻ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഹാസ് ടു മെനി പ്രോട്ടോൺസ് റിലേറ്റീവ് ടു ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് ന്യൂട്രോണിൻ്റെ നമ്പറിനെ അപേക്ഷിച്ച് പ്രോട്ടോണിൻ്റെ നമ്പർ കൂടുതലുള്ള ന്യൂക്ലിയസിലാണ് പോസിട്രോൺ എമിഷൻ നടക്കുന്നത്. ഓക്കെ, ഇതാണ് 5 തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോസസ്സസ്. ഇനി ഇവിടെ ഒരു ടെക്സ്റ്റിലുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ഹീലിയം ഐസോട്ടോപ്പ്, ഹീലിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പ് തന്നിട്ടുണ്ട് 2He6. അതായത് 2 പ്രോട്ടോൺസും ഉണ്ട് 4 ന്യൂട്രോൺസും ഉള്ള ന്യൂക്ലിയസ് ആണ്. ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ. ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണ്. വാട്ട് കൈൻഡ് ഓഫ് ഡീകേ വുഡ് യു എക്സ്പെക്ട് ഇറ്റ് ടു അണ്ടർഗോ? ഏത് തരത്തിലുള്ള ഡീകേ പ്രോസസ്സാണ് ഈ ന്യൂക്ലിയസിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഇതിലുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസും പ്രോട്ടോൺസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് 2 പ്രോട്ടോണും 4 ന്യൂട്രോൺ, അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുതലാവുന്ന സമയത്ത് ഏതൊക്കെ പ്രോസസ്സാണ് നടക്കാൻ പോസിബിലിറ്റി? ഇപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ബീറ്റാ ഡികെ ആണ്, അല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് ബീറ്റാ ഡികെ നടക്കാനാണ് പോസിബിലിറ്റി കൂടുതൽ. ഓക്കെ, അപ്പം ഇവിടെ ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ദിസ് സജസ്റ്റ് ദാറ്റ്, അതായത് ന്യൂക്ലിയസിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം കൂടുതൽ ഉള്ളത് സജസ്റ്റ് ചെയ്യുന്നത് ഹീലിയം 2He6 undergoes a negative beta decay to become lithium isotope. ഒരു ബീറ്റാ ഡികെ നടക്കുന്ന സമയത്ത് ആറ്റോമിക് നമ്പർ ഒന്ന് കൂടി, അപ്പോൾ അത് ലിഥിയം ന്യൂക്ലിയസ് ആയി, മാസ് നമ്പർ വ്യത്യാസമില്ല. അപ്പം എന്നിട്ട് ബീറ്റാ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു ന്യൂക്ലിയസിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഡികെ പ്രോസസ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ബീറ്റാ ഡികെ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ബീറ്റാ ഡികെ. നെഗറ്റീവ് ബീറ്റാ ഡികെ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ന്യൂക്ലിയർ റേഡിയേഷൻസിനെ പറ്റി പറഞ്ഞു. ഇനി ഈ ന്യൂക്ലിയർ റേഡിയേഷൻസ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഹസാർഡ്സ് ഉണ്ടാവാൻ കാരണം ഈ ന്യൂക്ലിയർ റേഡിയേഷൻസ് മാറ്ററിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ മാറ്ററിനെ അയണൈസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് ലിവിങ് സെൽസിലൂടെയൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ആ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ക്യാൻസർ, ലുക്കീമിയ, and changes in the DNA of reproductive cells that lead to children with physical deformities and mental handicaps. ഇത്തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരുന്ന സമയത്ത് ഇത്രയും ഒരു പാനിക് ജനങ്ങളിൽ ഉണ്ടാവുന്നത്. അവിടെ നടക്കുന്ന ഒരു ആക്സിഡൻറ്റോ എക്സ്പോഷറോ ഒക്കെ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവായിട്ടുള്ള റേഡിയേഷൻസ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവായിട്ടുള്ള സോഴ്സ് മെറ്റീരിയൽസൊക്കെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് പുറത്തോട്ട് വരും. ആ പുറത്തോട്ട് വരുന്ന റേഡിയേഷൻസിന് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ വന്ന് വീഴുകയോ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ ഒരു ക്യാൻസറും റേഡിയേഷൻ എക്സ്പോഷറും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ലിങ്ക് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഹൈ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് ഒരു ന്യൂക്ലിയർ റേഡിയേഷനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുന്ന പോസിബിലിറ്റി ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് നമുക്ക് ഒരു ഡയറക്റ്റ് ലിങ്ക് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ റേഡിയേഷൻ ഡോസേജ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണെന്ന് നോക്കാം. മെഷർ ചെയ്യുന്ന യൂണിറ്റ് സീവേർഡ്സ് എന്നുള്ള യൂണിറ്റാണ്. സീവേർഡ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് എനി റേഡിയേഷൻ ദാറ്റ് ഹാസ് ദ സെയിം ബയോളജിക്കൽ എഫക്റ്റ് ആസ് ദാസ് produced when 1 kilogram of body tissue absorbs 1 joule of X-rays or gamma rays. ഇതാണ് സീവേർഡ്സിൻ്റെ ഡെഫിനിഷൻ. ഇനി ഇൻ്റർനാഷണൽ കമ്മീഷൻ ഫോർ റേഡിയേഷൻ protection estimate an average risk factor of 0.05 sievert inverse. അതായത് ഇതാണ് റിസ്ക് ഇത്രയും റേഡിയേഷൻ, അതായത് 0.05 സീവേർട്ട് ഇൻവേഴ്സ്, ഇത്രയും റേഡിയേഷൻ ആണ് ഒരു അപ്പർ ലിമിറ്റായിട്ട് പറയുന്നത്. അതിന് മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിവിയർ ആയിട്ടുള്ള റേഡിയേഷൻ ഹസാർഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്ര ഡോസിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് വളരെ കൂടുതലായിരിക്കും. ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് റേഡിയേഷൻ ഡോസേജിൻ്റെ സോഴ്സസ് ആണ്. ഓക്കെ, പലതരത്തിലുള്ള സോഴ്സസ് ഉണ്ട്. അതിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് റാഡോൺ സോഴ്സസ് ആണ്. റാഡോൺ എന്ന് വരുന്നത് റേഡിയം ഡീക്കേ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് റാഡോൺ എന്നുള്ളത്. പക്ഷേ ഈ റേഡിയം എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ യുറേനിയത്തിൻ്റെ ഡീക്കേ എന്നാണ് റേഡിയം ഉണ്ടാകുന്നത്. അപ്പോൾ റേഡിയം ഡീക്കേ ചെയ്ത് റാഡോൺ ഉണ്ടാകും, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റാഡോൺ. അപ്പം ഇതാണ് വൺ ഓഫ് ദ മേജർ സോഴ്സസ് ഓഫ് റേഡിയേഷൻ ഡോസേജ്. അപ്പോൾ നമ്മുടെ ഇത് മേജർ സോഴ്സസ് ആണെന്ന് പറയാൻ കാര്യം, യുറേനിയം പലതരത്തിലുള്ള റോക്സിലെല്ലാം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഡീക്കേ ചെയ്തിട്ട് റേഡിയമായിട്ട് മാറും. റേഡിയം ഡീക്കേ ചെയ്തിട്ട് ഫൈനലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റാഡോൺ ആയിട്ട് മാറും. ഇനി ഈ റാഡോൺ ഇപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ റാഡോൺ ഈസി ആയിട്ട് നമ്മുടെ മണ്ണിൽ ഒക്കെ കാണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മണ്ണിൽ കാണപ്പെടുന്ന റാഡോൺ പലതരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ വാട്ടറിൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൽ കൂടിക്കലരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം പലതരത്തിൽ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മേജർ സോഴ്സസ്. ഇനി അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ റേഡിയോ ന്യൂക്ലൈഡ്സ് ഇൻ റോക്സ് ആൻഡ് സോയിൽസ് ആൻഡ് ബിൽഡിങ്സ്. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസിലൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാം, മണ്ണിലുണ്ടാവാം, റോക്കിൽ പാറകളിലുണ്ടാവാം. അതുപോലെ വേറൊരു തരത്തിലുള്ള സോഴ്സാണ് കോസ്മിക് റേസ്. അതായത് ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ വരുന്ന റേഡിയേഷൻസിൽ പലതരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലൈഡ്സ് ഉണ്ട്. ഓക്കെ, അത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്ന സമയത്താണ് കോസ്മിക് റേസിൻ്റെ ഡോസേജ് ലെവൽ കൂടുന്നത്. ഉയരം കൂടുന്ന സമയത്താണ് ഈ കോസ്മിക് റേസ് വഴിയുള്ള എക്സ്പോഷർ ഡോസേജ് കൂടാൻ സാധ്യതയുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ, എക്സ്റേ എക്സാമിനേഷൻ ഒക്കെ വരുന്ന സമയത്ത് അത്
അതുപോലെ ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ ഒരു റേഡിയേഷൻ ഡോസേജിനുള്ള സോഴ്സസ് ആണ്. പിന്നെ ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും ഈ ചെറിയ അളവിൽ, വളരെ ചെറിയ അളവിലൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.